ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 39. യേഷാ തേ അഭിഹിതാ സാഖ്യേ ബുദ്ധിർയോഗേതി മാം ശൃണു. ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. സാരം: ഇതുവരെ അപഗ്രഥനാത്മകമായ പഠനത്തിലൂടെ ആ ജ്ഞാനത്തെപ്പറ്റി നിനക്ക് ഞാൻ വിവരിച്ചു തന്നു. ഫലാസക്തിയില്ലാത്ത കർമ്മം ചെയ്യുന്നതിനെപ്പറ്റി ഇനി വിവരിക്കുന്നത് കേൾക്കൂ. അല്ലയോ പാർത്ഥ, ഇതറിഞ്ഞു പ്രവർത്തിച്ചാൽ നിനക്ക് കർമ്മബന്ധങ്ങളിൽ നിന്ന് വിമുക്തനാവാം. ഭാവാർത്ഥം: നിരുക്തി എന്ന വൈദിക നിഘണ്ടു പ്രകാരം സാഖ്യം എന്നതിന് അർത്ഥം വിശദമായി പ്രതിപാദിക്കുന്നത് എന്നാണ്. ആത്മാവിൻ്റെ ശരിയായ സ്വഭാവത്തെ വിവരിക്കുന്ന തത്വശാസ്ത്രമാണ് സാഖ്യം. യോഗം ഇന്ദ്രിയ നിയന്ത്രണത്തിൻ്റെയും യുദ്ധം ചെയ്യാതിരിക്കാനുള്ള അർജുനൻ്റെ നിശ്ചയം ഇന്ദ്രിയസുഖത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതത്രേ. തൻ്റെ പ്രധാന കടമ വിസ്മരിച്ചുകൊണ്ട് യുദ്ധം നിർത്താൻ അർജുനൻ ആഗ്രഹിച്ചു. ധൃതരാഷ്ട്രപുത്രരായ തൻ്റെ സഹോദരങ്ങളെയും മറ്റുള്ളവരെയും കീഴടക്കി രാജ്യം വാഴുന്നതിനേക്കാൾ അവരെ വധിക്കാതിരിക്കുന്നതാണ് കൂടുതൽ സന്തോഷപ്രദം. രണ്ടു വിധത്തിലായാലും ഇന്ദ്രിയസുഖമാണ് അടിസ്ഥാന തത്വം. ബന്ധുക്കളെ ജീവനോടെ കാണുന്നതിലുള്ള സന്തോഷത്തിനും അവരെ ജയിക്കുന്നതിലുള്ള സന്തോഷത്തിനും നിദാനം വ്യക്തിഗതമായ സുഖാനുഭൂതി തന്നെ. ഒരുപക്ഷെ ജ്ഞാനത്തെയും കർത്തവ്യത്തെയും അതിനായി ബലികഴിക്കേണ്ടി വന്നാൽ കൂടി മുത്തച്ഛൻ്റെ ശരീരത്തെ കൊല്ലുന്നതുകൊണ്ട് ആത്മാവ് കൊല്ലപ്പെടുന്നില്ല എന്ന് കൃഷ്ണൻ വ്യക്തമാക്കുകയാണ്. താൻ ഉൾപ്പെടെയുള്ളവരെല്ലാം ശാശ്വതരായ വ്യക്തികൾ എന്ന് ഭഗവാൻ പറയുന്നു. അവർ പണ്ടു മുതൽക്കേ വ്യക്തികളായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെ. ഭാവിയിൽ വ്യക്തിത്വത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ നാം എല്ലാം വ്യക്തിത്വമുള്ള ശാശ്വതരായ ആത്മാക്കളാണ്.